ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ നല്ല ഇതാണല്ലേ, ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളിയാണ്. എല്ലാവരും ടൂറൊക്കെ പോകാൻ വേണ്ടി പറ്റിയ നല്ലൊരു ഇതാണ്. ടൂറൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസ് ഉണ്ടായിരുന്നു, കോഴിക്കോട് തിക്കോടിയിൽ 4 വിനോദസഞ്ചാരികൾ തിരക്കിൽപ്പെട്ട് മരിച്ചു എന്നുള്ളത്. കാരണന്മാർ പറയും വെള്ളത്തോടും തീയോടും കളിക്കരുത്. സംഭവം സത്യമാണ്. അവരോട് കളിക്കരുത്. അവർ നമ്മളെ കളിപ്പിക്കും, ലാസ്റ്റ് നമ്മുടെ ജീവൻ തന്നെ പോകും. രണ്ടും ശ്രദ്ധിക്കുക. നമുക്ക് വെള്ളത്തോടും തീയോടും കളിക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരിതുണ്ട്, ഇതൊക്കെ എന്ത്, ഇതല്ല, ഇതിനപ്പുറം ചാടിക്കിടന്നവനാണ്, ആ ഒരു തോട്ടുണ്ട്. പക്ഷെ അത് വേണ്ട കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒരു അപകടം വരാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാം എന്നൊരു മുൻകരുതലായിട്ട് വേണം നമ്മൾ എല്ലായിടത്തും ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിൽ പെട്ടിട്ടാലും നമുക്ക് പ്രശ്നമില്ല, നമ്മൾ അതിനൊക്കെ ചാടിക്കിടന്ന് പോരും. ആ ഒരു ഇത് കോൺഫിഡൻ്റ് അല്ല വേണത്. അത് നമുക്ക് എങ്ങനെ വരാതിരിക്കാം എന്നൊരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള ടൂറൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും പോകണം. നമ്മുടെ ലൈഫൊക്കെ എപ്പോഴും ഒരേപോലെ തന്നെ പോയാൽ പറ്റില്ലല്ലോ. ഇടയ്ക്ക് എൻജോയ്മെൻ്റ് ഒക്കെ നല്ലതാണ്, പക്ഷെ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പോയി കഴിഞ്ഞാൽ പോണ നമ്മുടെ വീട്ടുകാർക്ക് മാത്രമാണ്. വേറെ ഈ ന്യൂസ് കാണുന്നവരെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും 2 ദിവസം ഈ ന്യൂസ് കാണും, 3-ത് മറക്കും, പിന്നെ അതിലേക്ക് യാതൊരു മൈൻഡ് ഇല്ലാണ്ടോ. പക്ഷെ നമ്മളെ ഓർത്ത് നമ്മളെ കാത്തിരിക്കുന്നവരുണ്ട്. അവർക്ക് നഷ്ടം അതൊരു നഷ്ടം തന്നെയായിരിക്കും. അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന നഷ്ടം തന്നെ അത് നിൽക്കും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ആര് പോകുമ്പോഴും എടുത്തുചാട്ടം കാണിക്കാതിരിക്കുക, മതി മറന്ന് ആഘോഷിക്കാതിരിക്കുക. ഓക്കെ, പറഞ്ഞെന്നുള്ളൂ. മൃഗം സ്വീകരിക്കുക, അല്ലാത്തവർക്ക് നിരസിക്കുക. ഓക്കെ, ബൈ.